Hello, CBSE Class 10 students. This video is for you. അപ്പോൾ ബോർഡ് എക്സാം ഒക്കെ ആവാറായി. ഫെബ്രുവരി 21 തുടങ്ങി മാർച്ച് 11 കഴിയുമല്ലേ. അപ്പോൾ മാത്സ് ആണ് ലാസ്റ്റ് എക്സാം. ഈ വീഡിയോ മാത്സ് എക്സാം നമുക്ക് എങ്ങനെ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാം എന്നതിൻ്റെ കുറച്ച് ടിപ്സ്. എപ്പോഴും കേൾക്കുന്ന കംപ്ലൈൻ്റ് ആണ് സമയം മതിയായില്ല എന്നുള്ളത്. അപ്പം മാത്സിനെ സംബന്ധിച്ച് രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീഡ് ആൻഡ് ആക്യുറസി. അപ്പോൾ ചില കുട്ടികൾ നല്ല ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്യും, പക്ഷെ എന്താ പറയുക, കുറച്ച് കെയർലെസ്നെസ് ഒക്കെ കൊണ്ട് മിസ്റ്റേക്സ് ഒക്കെ വരുത്താം. പക്ഷെ ചില കുട്ടികൾ പറയും കുറച്ച് ടൈമും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായി ചെയ്യാമായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും പോരാ, നമുക്ക് തന്ന ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റായി എങ്ങനെ ചെയ്യാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സമയം കിട്ടിയില്ല എന്നുള്ള കാരണത്തിൽ ചില കുട്ടികൾ അറിയുന്ന ക്വസ്റ്റ്യൻസും കൂടി ലീവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ് അല്ലേ. അത് കുട്ടികൾക്കായാലും പാരൻസിനായാലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് യാതൊരു സ്ട്രെസ്സും കൂടാണ്ട് ഈ നമുക്ക് അലോട്ട് ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ എങ്ങനെ കറക്റ്റായി മാത്സ് എക്സാം എഴുതി തീർക്കാം. അപ്പോൾ കുറച്ച് ടിപ്സ്, ഓക്കെ, കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആൻഡ് ഡിസൈൻ അത് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി 2-3 മോഡൽ എക്സാംസ് ഇപ്പോൾ കെ വി സ്റ്റുഡൻസ് ആണെങ്കിൽ 2 പ്രീ ബോർഡ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ എല്ലാവർക്കും നന്നായി അറിയാം. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള. അപ്പോൾ 38 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ. അപ്പോൾ ഈ 38 ക്വസ്റ്റ്യൻസ് 5 സെക്ഷൻസ് ആയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഏത് സെക്ഷൻ നമ്മൾ ആദ്യം തുടങ്ങണം. അപ്പോൾ ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ സെക്ഷൻ വൈസ്, അതായത് ABCDE അതേ ഓർഡർ തന്നെ എഴുതിയാലും നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ, അതൊക്കെ നിങ്ങളിപ്പോൾ മോഡൽ എക്സാം എഴുതി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ ലാസ്റ്റ് സെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ എയിൽ 20 MCQs ആണ്. അപ്പോൾ 1 മാർക്ക് ഈച്ച്. പിന്നെ ബി സെക്ഷനിൽ 5 സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതിന് 2 മാർക്സ് ഈച്ച്. പിന്നെ സെക്ഷൻ സി 6 സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, 3 മാർക്സ് ഈച്ച്. ദെൻ സെക്ഷൻ ഡി 4 സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, 5 മാർക്സ് ഈച്ച്. ആൻഡ് സെക്ഷൻ ഇ 3 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, 4 മാർക്സ് ഈച്ച്. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് എന്നുള്ള ആ ഒരു ഡിസൈൻ ഇതാണ്. പിന്നെ എന്താന്ന് വിചാരിച്ചാൽ ഈ ഓരോ സെക്ഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ടൈം എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിന് MCQവിന് നമുക്ക് എത്ര ടൈം കൊടുക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ്സ് വെച്ച് 20 ക്വസ്റ്റ്യൻസിന് നമുക്ക് 40 മിനിറ്റ്സ്. ഇതൊക്കെ മാക്സിമം ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈം. പിന്നെ സെക്ഷൻ ബിയിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 4 മിനിറ്റ്സ്. അപ്പോൾ 5 4s 20 മിനിറ്റ്സ്. പിന്നെ സെക്ഷൻ സിയിൽ അതും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനത്തെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും നമുക്ക് 5 മിനിറ്റ് വീതം കൊടുക്കാം, 5 മിനിറ്റ്സ്. അപ്പോൾ 6 5s 30 മിനിറ്റ്സ്. ദെൻ സെക്ഷൻ ഡിയും സെക്ഷൻ ഇയും ലോങ് ആൻസേഴ്സ് ആണ്. അപ്പോൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 4 എണ്ണം ഉണ്ടാവും സെക്ഷൻ ഡിയിൽ. ഓരോന്നിനും നമുക്ക് 10 മിനിറ്റ്സ് കൊടുക്കാം. അപ്പോൾ 40 മിനിറ്റ്സ് ആയി സെക്ഷൻ ഡിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം. പിന്നെ സെക്ഷൻ ഇ എന്ന് പറഞ്ഞാൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ്സ് വെച്ച് അതിന് 30 മിനിറ്റ്സ്. ഇങ്ങനെ കൊടുത്താൽ തന്നെ നമുക്ക് ഒരു 20 മിനിറ്റ്സ് ബാലൻസ് വരും.
ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 180, 3 hours 180 minutes ആണ്. നമ്മളിപ്പോൾ കൊടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 160 minutes ആവുന്നുള്ളൂ. ഒരു 20 minutes നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ 20 minutes നമുക്ക് ഒന്ന് ഓവറോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയ ആൻസേഴ്സ്, പിന്നെ എന്തെങ്കിലും നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് കാൽക്കുലേഷനോ അങ്ങനെ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ 20 minutes യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ടൈം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും, ഒരുപാട് കുട്ടികൾ നല്ല ഇതേപോലെ ചെയ്യുന്ന കുട്ടികളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണം അതിൻ്റെ കാരണം ഞാൻ അടുത്ത ഇതിൽ പറയാൻ പോവുകയാണ്. അപ്പം അടുത്തെന്താണെന്ന് വിചാരിച്ചാൽ, ഡു നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഓൺ എ സിംഗിൾ ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യനും കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇപ്പം ചില കുട്ടികളുണ്ടോ ഇത് കിട്ടിയിട്ടേ അടുത്തയിലേക്ക് പോകുമെന്ന്. അപ്പോൾ അങ്ങനത്തെ വാശിയൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നമ്മളധികം ടൈം നമ്മൾ വിചാരിച്ച സമയം നമ്മളതിന് ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തയിലേക്ക് പോവുക നമ്മൾ പെട്ടെന്ന്, പിന്നെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പം നമുക്ക് കുറച്ച് നമ്മുടെ മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്യാത്ത 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിന്ന് വരാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് എന്ത് വേണം, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ട്രൈ ചെയ്യാന്നുള്ളതിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ്, ഈസി ആയ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ടൈം നല്ലോണം നമ്മൾ സ്പീഡ് ആൻഡ് അക്യുറസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്യുക. പിന്നെ കാൽക്കുലേഷൻസും ഇതൊക്കെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഡെസിമൽ പോയിന്റ്, യൂണിറ്റ്സ്, അതൊക്കെ നമ്മൾ കെയർലെസ്നെസ് കൊണ്ട് നമ്മൾ യൂണിറ്റ് എഴുതാൻ വിട്ടുപോകും. അതിനൊക്കെ മാർക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പോയിന്റ്, ഡെസിമൽ ഇടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ആക്യുറസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതേ സ്പീഡ് പോലെ തന്നെ. പിന്നെ ടൈം നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് നമുക്ക് സമയത്തിനെ കുറിച്ചൊരു ബോധമില്ലാണ്ട് അവസാന നിമിഷം നോക്കുമ്പോഴാണ് അയ്യോ സമയം ആവാറായല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ക്ലോസ് വാച്ച് വേണം. അപ്പോൾ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഇതേപോലെ നമ്മൾ ടൈം നന്നായി ഇതേമാതിരി പ്ലാൻഡായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഏതായാലും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും കുട്ടികളൊക്കെ. അപ്പോൾ ഈ ഹാർഡ് വർക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടൈമും കൂടി നന്നായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി എക്സാം എഴുതാൻ പറ്റട്ടെ. താങ്ക് യു.